വില്ലേജ് ഓഫീസറുടെയും സഹകരണ ബാങ്ക് മാനേജറുടെയും സഹായത്തോടെ വ്യാജരേഖ ചമച്ച് 50 സെന്റ് സ്ഥലവും വീടും തട്ടിയെടുത്തതായി പരാതി. അടൂർ സ്വദേശി വേണുവാണ് പെരിങ്ങാട് വില്ലേജ് ഓഫീസർക്കെതിരെയും പള്ളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് തന്റെ വീടിന്റെ ഉടമസ്ഥാവകാശം സഹോദരന്റെ പേരിലേക്ക് മാറ്റപ്പെട്ടതായി വേണുവും കുടുംബവും അറിയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പഞ്ചായത്തിൽ തിരക്കിയ വേണുവിനോട് കൂടുതൽ വിവരങ്ങൾ പറയാൻ പോലും പള്ളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല. ഇതോടെ നടത്തിയ അന്വേഷണത്തിലാണ് അച്ഛന്റെ പേരിലുള്ള വീടിന്റെ ഉടമസ്ഥാവകാശം വ്യാജരേഖകൾ ചമച്ച് മാറ്റിയതായി കണ്ടെത്തിയത്. ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി അപേക്ഷ ലഭിച്ചാൽ 15 ദിവസം കഴിഞ്ഞ് തീരുമാനമെടുക്കാനാവുമെന്നിരിക്കെ 11ാം ദിവസമാണ് സെക്രട്ടറി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അത് ഏകപക്ഷീയമായിട്ട് അധികമുള്ള വസ്തു നിയമപ്രകാരം എല്ലാ രേഖകളും ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ സതീഷ് അത് ഏകപക്ഷീയമായിട്ട് ഒരാളുടെ പേരിലേക്ക് കരമടച്ചു കൊടുത്തു. അതിന് നിയമപരമായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് പോലും അത് ഗവനിക്കാതെ ഇപ്പോഴും അത് അതേ പിഴി നിലനിൽക്കുക. നമ്മൾ വിജിലൻസിലും സബ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും സംസ്ഥാന രജിസ്ട്രേഷൻ ഐജിക്ക് പരാതി കൊടുത്തിട്ട് 1 വർഷമായിട്ട് ഇതുവരെ നിയമപരമായിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ 30 ദിവസം കഴിയാതെ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുക്കരുതെന്ന ചട്ടം ലംഘിച്ച് അപേക്ഷ ലഭിച്ച 9ാം ദിവസമാണ് പോക്കുവരവ് നടന്നത്. 2010 ശരീരം തളർന്നുപോയ വസ്തു ഉടമസ്ഥൻ്റെതെന്ന് പറഞ്ഞ് പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന ഒപ്പുകളെല്ലാം വ്യാജമാണെന്നും പരാതിയുണ്ട്. തന്റെ ഭർത്താവിന്റെയും തന്റെയും പേരിൽ കിടക്കുന്ന വസ്തു താൻ അറിയാതെയാണ് മാറ്റിയതെന്ന് പരാതിക്കാരിയും പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ പേരിലുണ്ടായിരുന്ന വസ്തു അതെനിക്ക് അർഹതപ്പെട്ടതും എൻ്റെ മോൻ ഞാൻ അറിയാതെ സ്വന്തമായിട്ട് അങ്ങ് എഴുതിയെടുക്കുമായിരുന്നു. വ്യാജരേഖ ചമച്ച് വസ്തുവും വീടും തട്ടിയെടുത്ത സഹോദരനെതിരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.